നമസ്കാരം. CPI എന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി ഉപ്പുവച്ച ഭരണി പോലെ ആകുന്നത് എന്തുകൊണ്ട്? ആ പാർട്ടി ഇന്ന് ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്നു. എന്തൊക്കെയായാലും ഈ ഒരു അവസരത്തിൽ പി പ്രസാദ് എന്ന് പറയുന്ന ഒരു മന്ത്രി കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പ് കൃഷി വകുപ്പാണ്. ശ്രീ പ്രസാദ് നമ്മുടെ സുഹൃത്താണ്. പ്രസാദേട്ടനുമായിട്ട് കാലങ്ങളുടെ പരിചയം എനിക്കുണ്ട്, വ്യക്തിപരമായുള്ള ബന്ധങ്ങളുമുണ്ട്. പക്ഷേ ഈ ഭാരതാംബ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. അതും രാജ്ഭവന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഇത്രയധികം വിവാദങ്ങൾ ഒരു ഇടതുപക്ഷ മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഭാരതാംബ എന്നത് RSSന്റെയോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെയോ മറ്റ് ഹിന്ദു സംഘടനകളുടെയോ ഒന്നും പ്രതീകമല്ല. അത് രാജ്യത്തിന്റെ പ്രതീകമാണ്, രാഷ്ട്രത്തിന്റെ ഒരു പ്രതീകമാണ് എന്നുള്ള ഒരു ചെറിയ കാര്യം പോലും മന്ത്രി പി പ്രസാദ് മനസ്സിലാക്കാത്തത് അത്യന്തം ഖേദകരമായി പോയി. അതിനിടയ്ക്ക് ഒരു ഫോട്ടോയും ഒരു ട്രോളും വന്നു. ട്രോള് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷെ യാഥാർത്ഥ്യമാണ്. അതായത് 30 വർഷമായി റമദാൻ മാസം മുഴുവൻ നോമ്പ് എടുക്കാറുണ്ട് എന്ന് പറഞ്ഞ പി പ്രസാദിന്റെ ഒരു പഴയ പോസ്റ്റ്, റിപ്പോർട്ടർ TV കൊടുത്ത ഒരു പോസ്റ്റ് കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ഈ ഒരു ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. പുലർച്ചെയുള്ള അത്താഴവും, പുലർച്ചെയാണോ അത്താഴം കഴിക്കുന്നത് എന്ന് നമുക്കറിയില്ല, അത്താഴവും നോമ്പ് തുറക്കുന്ന നേരത്തുള്ള ഭക്ഷണവും മാത്രമാണ് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക കൃഷിമന്ത്രി പി പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ TV കൊടുത്ത, റിപ്പോർട്ടർ TV 27 മാർച്ച് ഈ വർഷം തന്നെയാണെന്ന് തോന്നുന്നു, 27-ാം തീയതി കൊടുത്ത ഒരു അവരുടെ ഓൺലൈനിൽ കൊടുത്ത ഒരു സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇത് ഇങ്ങനെ വരുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ വേറൊരു പ്രസ്താവന കൂടി വരുന്നുണ്ട്. അതും റിപ്പോർട്ടർ TVയിൽ തന്നെ വന്ന ഒരു കാര്യമാണ്. മതത്തിന്റെയോ ചിഹ്നത്തിന്റെയോ മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ LDF മന്ത്രിമാരെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പി പ്രസാദിന്റെ ഒരു പ്രസ്താവന കൂടി ഇതോട് ചേർത്ത് വയ്ക്കുന്നു. ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ അരമനകളും മദ്രസകളും അതുപോലെ മഹല്ല് കമ്മിറ്റികളും ക്ഷേത്രങ്ങളും SNDPയുടെ ഓഫീസും NSSന്റെ ഓഫീസും മറ്റ് സാമുദായിക സംഘടനകളുടെ ഓഫീസും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങുന്ന ഇടതുപക്ഷക്കാരെയും വലതുപക്ഷക്കാരെയും എല്ലാവരെയും നമ്മൾ കാണാറുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിന് വേണ്ടിയോ വോട്ടിനു വേണ്ടിയോ ആരുടെയും മുന്നിൽ കുനിഞ്ഞു നിൽക്കില്ല എന്ന് പറയുന്ന ഈ വ്യക്തി ഇവിടെ ഭാരതാംബയെ അംഗീകരിക്കാൻ പ്രയാസമാണ്, അത് RSSന്റെ ഭാരതാംബയാണ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ബഹിഷ്കരിച്ച പി പ്രസാദ് എന്ന കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി കൂടിയായ മന്ത്രി മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസപ്രകാരമുള്ള നോമ്പ് അനുഷ്ഠിക്കുകയും ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ കഥകൾ പറയുകയും നോമ്പിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് ധാർമ്മികതയാണ്, എന്ത് നൈതികതയാണ് അതിനകത്തുള്ളത് എന്ന് ഇത് കാണുന്നവർ ചോദിച്ചു പോകില്ലേ? 30 ദിവസവും നോമ്പെടുക്കും, ഒരു കുഴപ്പവുമില്ല, നല്ല കാര്യം തന്നെ. എല്ലാ മതവിശ്വാസങ്ങളുടെയും ഭാഗമായിട്ട് നിൽക്കുന്നതും ആ വിശ്വാസങ്ങളിൽ പങ്കെടുക്കുന്നതും ഒക്കെ മതേതരത്വത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. പക്ഷേ ഇവിടെ ഭാരതാംബയെ RSSകാരിയാക്കാനും RSSന്റെ പ്രവർത്തകയാക്കാനും ഭാരതാംബ എന്ന ആ ഒരു പ്രതീകത്തെ അംഗീകരിക്കാനും അതിനെ മനസ്സിലാക്കാനും ഒക്കെ മടിയുള്ള മന്ത്രി നോമ്പ് തുറക്കാനും നോമ്പെടുക്കാനും 30 ദിവസം നോമ്പ് പിടിക്കാനും ഒക്കെ നടക്കുന്നതിലെ ആ ഒരു വൈരുദ്ധ്യം എത്രമാത്രമുണ്ട് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇടതുപക്ഷത്തിന്റെ പ്രശ്നം. ഇടതുപക്ഷം എന്ന, അതിപ്പോ CPM ആയാലും CPI ആയാലും അവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് കക്ഷികളായാലും ഒക്കെ തന്നെ അവർക്ക് കൃത്യമായ നിലപാടുകൾ ഇല്ല. അവർക്ക് പ്രീണനം മാത്രമേ ഉള്ളൂ. മതപ്രീണനം കൊണ്ട് വോട്ട് നേടാം, ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ട് നേടാൻ, അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിൽ കണ്ടെത്തിയ പരിഹാരങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വോട്ട് നേടാനുള്ള കെൽപ്പില്ല, അല്ലെങ്കിൽ അതിനുള്ള ത്രാണിയില്ല. ഇവിടെ ഈ പ്രശ്നമുണ്ടാക്കി ഇപ്പോൾ രാജ്ഭവനിലെ പ്രശ്നം കൃത്യമായി തന്നെ ഗവർണർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ വെക്കണമോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണമോ, മഹാത്മാഗാന്ധിയുടെ ചിത്രം വെക്കണമോ? ഈ ഭാരതാംബയുടെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്, വാരണാസിയിലെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതന്നെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയാണ്. ഇനിയിപ്പോൾ ഗാന്ധിയെ കൂടി പിടിച്ച് സംഖ്യയാക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഭാരതാംബ സംഖ്യയാണോ RSSകാരിയാണോ എന്നത് ഒക്കെ ചർച്ച ചെയ്ത് ആരുടെയെങ്കിലും ഒക്കെ കണ്ണിൽ പൊടിയിട്ട് നിലമ്പൂരിൽ കുറെ വോട്ട് നേടണം, അല്ലെങ്കിൽ കുറെ വോട്ട് ഇങ്ങോട്ട് മറിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം നെറികെട്ട പ്രസ്താവനകളും ഇത്തരം 2 വള്ളത്തിലും 4 വള്ളത്തിലും ഒരുമിച്ച് കാല് ചവിട്ടി നിൽക്കുന്ന ഇത്തരം പിതൃശൂന്യതയും ഒക്കെയാണ് CPIയുടെ ഇടതുപക്ഷത്തിന്റെയും ഒക്കെ മുഖമുദ്ര എന്ന് വീണ്ടും വീണ്ടും ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോമ്പ് നോറ്റോളൂ, നിങ്ങൾ മറ്റ് മതസ്ഥരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടോളൂ, പക്ഷേ ഹിന്ദുവിനെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ അനാവശ്യമായി, ആവശ്യത്തിനല്ല അനാവശ്യമായി ഭാരതാംബ ഹിന്ദുവാണ് അല്ലെങ്കിൽ RSSകാരിയാണ് എന്നൊക്കെ വരുത്തി തീർക്കുമ്പോൾ അത് ഹൈന്ദവരോടുള്ള അവരുടെ ആ ഒരു വിപ്രതിപത്തിയാണ് പുറത്തു വരുന്നത്. അതായത് അത്തരം ആദർശങ്ങളെയും അത്തരം ആശയങ്ങളെയും നമ്മൾ അംഗീകരിക്കില്ല, എന്തിന് ഇന്ത്യ എന്ന രാജ്യത്തെ തന്നെ അംഗീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാരെ
സത്യം പറഞ്ഞാൽ ചാണകത്തിൽ മുക്കി ചൂല് കൊണ്ട് അടിക്കുകയാണ് വേണ്ടത്. പി പ്രസാദ് ഒരു പാവം പിടിച്ച വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഈ നിലപാടുകളാണ് ഈ ഇടതുപക്ഷത്തെ ഇതുവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അതുതന്നെ തുടരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഭാരതാംബ ആരാണ്, രാഷ്ട്രം എന്താണ്, ഭാരതം എന്താണ്, ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ സംസ്കാരം എന്താണ്, ഇന്ത്യയുടെ ചരിത്രം എന്താണ് എന്നൊക്കെ തന്നെ സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. നോമ്പ് നോറ്റുകൊണ്ട് പ്രീണനം നടത്തി വോട്ട് നേടാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ തുടരുമെന്നും എല്ലാവർക്കും അറിയാം. അത് തുടരട്ടെ.